IPL-ന്റെ മെഗാ താരലേലം ഈ വർഷം അവസാനത്തോടെ നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപാട് കളിക്കാരെ ഈ തവണത്തെ ലേലത്തിൽ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. ലേലത്തിന് മുൻപ് പരമാവധി 6 താരങ്ങളെയാവും ഫ്രാഞ്ചൈസികൾക്ക് നിലനിർത്താൻ സാധിച്ചേക്കുക. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം ടീമുകൾക്ക് കൈവിടേണ്ടതായിട്ട് വരും. ഇവരെയെല്ലാം ലേലത്തിന്റെ പൂളിൽ നമുക്ക് കാണാം. ടീമുകൾ ഒഴിവാക്കുന്ന താരങ്ങൾ മാത്രമല്ല, പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കളിക്കാരും ലേലത്തിനുണ്ടാകും. കഴിഞ്ഞ തവണത്തെ മിനി താരലേലത്തിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ മിച്ചൽ സ്റ്റാർക്കായിരുന്നു ഏറ്റവും വിലയേറിയ താരമായത്. 24.75 കോടി എന്ന ഓൾ ടൈം റെക്കോർഡ് വയ്ക്കാണ് അദ്ദേഹത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ കൂടാരത്തിൽ എത്തിച്ചത്. ഈ സീസണിൽ രോഹിത് ശർമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണം കിട്ടാൻ സാധ്യതയുണ്ടാവുക. മുംബൈയിൽ തുടർന്ന് കളിക്കുമോ എന്നതിനെ കുറിച്ച് രോഹിത് ഇനിയും തുറന്നു പറഞ്ഞിട്ടില്ല. ഹർദിക്കിന് കീഴിൽ തുടർന്നും കളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ട്. അതിനാൽ തന്നെ ഫ്രാഞ്ചൈസിയോട് ഹിറ്റ്മാൻ ഗുഡ് ബൈ പറയാൻ തന്നെയാണ് സാധ്യത. ഇത് സംഭവിച്ചാൽ മെഗാലയത്തിൽ പലരുടെയും നോട്ടപ്പുള്ളി രോഹിത് ആയിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി 50 കോടി വരെ മുടക്കാൻ ലക്നൗ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകൾ തയ്യാറായി നിൽക്കുകയെന്നാണ് അടുത്തിടെ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 16 കോടി രൂപയാണ് രോഹിത്തിന് മുംബൈയിൽ ശമ്പളം. 2. സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെയാൾ. സീസണിന് മുൻപ് റോയൽസ് വിടാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണെന്നാണ് സൂചനകൾ. റോയൽസുമായി കരാർ പുതുക്കിയില്ലെങ്കിൽ ലേലത്തിൽ സഞ്ജുവിന്റെ പേര് നമുക്ക് കാണാം. ലേലത്തിൽ അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് തന്നെ പ്രതീക്ഷിക്കാം. കാരണം 3 റോളുകൾ നിർവഹിക്കാൻ സാധിക്കുന്നയാളാണ് സഞ്ജു. വിക്കറ്റ് കീപ്പിംഗ്, ബാറ്റിംഗ് എന്നിവയ്ക്കൊപ്പം ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇതാണ് ലേലത്തിൽ സഞ്ജുവിന്റെ ഡിമാൻഡ് ഉയർത്തുന്ന ഘടകം. 30 കോടി രൂപയാണ് CSKയും RCBയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.